നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. കള്ളപ്പണ ഇടപാടിൽ പി.ടി. തോമസ് എം.എൽ.എക്കെതിരെ കോൺഗ്രസിലും പ്രതിഷേധം ശക്തം. പാർട്ടി എം.എൽ.എയുടെ കള്ളപ്പണ ഇടപാട് കോൺഗ്രസ് അന്വേഷിക്കണമെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ. ബി.ജെ.പി. നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ ശോഭ സുരേന്ദ്രൻ. തൃശൂരിൽ നടന്ന പാലക്കാട് മേഖലാ നേതൃയോഗത്തിൽ ശോഭ പങ്കെടുത്തില്ല. സുപ്രീം കോടതി ജസ്റ്റിസ് എം.വി. രമണയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ആന്ധ്ര മുഖ്യമന്ത്രി. രമണയുടെ കുടുംബം അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് ജഗൻമോഹൻ. ആര്യാടൻ ഷൌക്കത്തിനെതിരെ എൻഫോഴ്സ്മെന്റിന് വീണ്ടും പരാതി. ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരിക്കുന്ന കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു. കേരളം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാകുന്നു. പ്രഖ്യാപനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം കാണിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് മന്ത്രി കെ ശൈലജ. ബാലികാ ദിനാചരണം പെൺമക്കൾക്കായി തുല്യതയുടെ സാമൂഹ്യ അന്തരീക്ഷം തീർക്കാൻ പ്രചോദനമാകണമെന്നും മന്ത്രി. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ അധ്യയന വർഷം 1-ാം വർഷം ക്ലാസുകൾ ഓൺലൈനായി നവംബർ 2-ന് ആരംഭിക്കും. സർവകലാശാലകളിൽ പ്രവേശന നടപടികൾ അവസാന ഘട്ടത്തിൽ. മുൻ ഐ.ടി. സെക്രട്ടറി എം. ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വിട്ടയച്ചത് 2 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. 13-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശിവശങ്കറിനോട് കസ്റ്റംസ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയുടെ നിയമനത്തിന് തന്റെ അനുമതി ആവശ്യമില്ലെന്ന മുഖ്യമന്ത്രി. താൻ അറിഞ്ഞു എന്നല്ല സ്വപ്ന ഇടിക്ക് നൽകിയ മൊഴിയെന്നും തന്നോട് പറയുമെന്ന് അവർ പറഞ്ഞിരുന്നു എന്നാണെന്നും പിണറായി വിജയൻ. അധികാരത്തിലെത്തിയാൽ സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം പിടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ചെന്നിത്തലയുടെ നിർദ്ദേശം പത്രലേഖനത്തിലൂടെ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ധനമന്ത്രിയുടെ മറുപടി. കേരള വികസനത്തിന് ഇടതുപക്ഷത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെന്ന് ഐസക്. ഇടപ്പള്ളിയിലെ റിയൽ എസ്റ്റേറ്റുകാരൻ നടത്തിയ വഞ്ചനാക്കുറ്റത്തിൽ പി.ടി. തോമസിന് പങ്ക്. വഞ്ചനയിൽ പി.ടി. തോമസ് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. കുടുംബത്തെ വഞ്ചിക്കുന്നതിൽ ഇടനിലക്കാരനായിരുന്നു പി.ടി. തോമസ് എന്ന് രേഖകൾ. ലോക പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം നേടി കേരളം വീണ്ടും 1-ാമത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനമായി കേരളം. നിർദ്ദിഷ്ട അർദ്ധ അതിവേഗ റെയിൽ പാതയ്ക്ക് കേന്ദ്ര അനുമതി ഉടൻ. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രം. റെയിൽവേ പാതയ്ക്കായുള്ള വിശദ പദ്ധതി റിപ്പോർട്ട് പരിശോധിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ. സുരേഷിനും സന്ദീപ് നായർക്കുമെതിരെ കസ്റ്റംസ് കൊഫെപോസ ചുമത്തി. കേന്ദ്ര കൊഫെപോസ സമിതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. സിപിഐഎം നേതാവ് സനൂപിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത് പ്രധാന പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിനൊടുവിൽ. മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജില്ലകൾക്ക് സർക്കാർ അംഗീകാരം നൽകുമെന്ന് മുഖ്യമന്ത്രി. മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബ്രേക്ക് ദ ചെയിൻ എക്സലൻസ് അവാർഡ് നൽകാനും പദ്ധതി. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ അധ്യയന വർഷത്തെ 1-ാം വർഷ ക്ലാസുകൾ ഓൺലൈനായി. നവംബർ 2-നാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം കാണിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് കേന്ദ്രത്തോട് മന്ത്രി കെ ശൈലജ. ഇതിനായി കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണം. പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും മന്ത്രി. അമേരിക്കൻ മലയാളി പോലീസ് അസോസിയേഷൻ രൂപീകൃതമായി. തോമസ് ജോയി അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു.
മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്ക് കീഴിലുള്ള സബ് കമ്മിറ്റി പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതിയിൽ തമിഴ്നാട്. പരിശോധനാ റിപ്പോർട്ട് കൃത്യമായി നൽകുന്നുണ്ടെന്നും തമിഴ്നാട് മേൽനോട്ട സമിതി ചുമതല നിറവേറ്റുന്നില്ലെന്ന് ഹർജിയിലെ ആരോപണങ്ങൾ സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് നിഷേധിച്ചു. കേരളത്തിൽ 11,755 പേർക്ക് കോവിഡ്. 23 മരണങ്ങൾ കോവിഡ് മൂലം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 40 പേർ വിദേശത്ത് നിന്ന്. കോവിഡ് വന്ന 30% പേരിൽ രോഗലക്ഷണം പിന്നെയും നിലനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. അതിൽ 10% പേരിൽ ഗുരുതരമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ തുടരുന്നതായും കാണപ്പെടുന്നു. തുളുഭാഷാ പണ്ഡിതൻ ഡോക്ടർ പി വെങ്കിട്ടരമണയുടെ ചിത്രം മഞ്ചേശ്വരത്തെ തുളുഭവനിൽ അനാച്ഛാദനം ചെയ്തു. മുൻ MLA CH കുഞ്ഞമ്പു ആണ് അനാച്ഛാദനം നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികൾ കണ്ണൂർ ജില്ലയിൽ 1514 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പൂർത്തിയായി. പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെയും പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ രാജ്യം ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറുന്നതിന്റെയും പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയ ഉത്തരവ്. സ്ഥാപനങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കിടപ്പ് രോഗികളുടെ കോവിഡ് പരിശോധന വീട്ടിലെത്തി നടത്തുന്ന പദ്ധതിക്ക് തുടക്കം. സ്വാതന്ത്ര്യ സ്പർശം പദ്ധതി തിരുവനന്തപുരത്ത് പാലിയേറ്റീവ് കെയർ ദിനത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജോത് ഖോസ ഉദ്ഘാടനം ചെയ്തു. നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്നലെ രജിസ്റ്റർ ചെയ്തത് 61 കേസുകൾ. 183 പേർ അറസ്റ്റിലായി. എറണാകുളത്ത് ബീച്ച് റോഡിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. മനു, നവീൻ, വിവേക്, കെവിൻ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. ശബരിമലയിൽ തുലാമാസ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് സ്നാനത്തിനായി 20 ഷവർ സംവിധാനം പമ്പ ത്രിവേണിയിൽ ഒരുക്കും. തുലാമാസ പൂജയ്ക്ക് ഒരു ദിവസം 250 പേർക്കാണ് ദർശനത്തിന് അനുമതി. തിങ്കളാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സംസ്ഥാന സർക്കാരിന്റെ ഇന്നോവേഷൻ ഗ്രാന്റ് പദ്ധതിയിലേക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൊല്ലത്ത് വൈദ്യുതി ആഘാതമേറ്റ് പെൺമയിൽ ചത്തു. അഞ്ചൽ വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മയിലിന്റെ ജഡം പോസ്റ്റ്മോർട്ടത്തിനും മറ്റു നടപടികൾക്കുമായി കൊണ്ടുപോയി. കൊയിലാണ്ടി K ദാസൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഓൺലൈൻ പഠന കേന്ദ്രങ്ങൾക്കുള്ള TV വിതരണം നടന്നു. NS സ്മാരക ലൈബ്രറിക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഷിജു TV കൈമാറി. ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് കൊയിലാണ്ടി സോണിൽ വോളണ്ടിയർമാരെ അനുമോദിച്ചു. COVID-19 ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചുമതല നിറവേറ്റിയവരെയാണ് അനുമോദിച്ചത്. മാലിന്യ സംസ്കരണ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ. കോഴിക്കോട് കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ പദവി പുരസ്കാരം. തദ്ദേശ സ്വയംഭരണ മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ഓൺലൈനായി ശുചിത്വ പദവി പ്രഖ്യാപനം നടത്തി. കോവിഡ് മൂലം വ്യാപാര മേഖലയിലുണ്ടായ സമ്പൂർണ്ണ തകർച്ചയിൽ നിന്നും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സത്യാഗ്രഹ സമരം നടത്തി. സത്യാഗ്രഹ സമരം നടന്നത് ജില്ലയിലെ 766 കേന്ദ്രങ്ങളിൽ. ആംബുലൻസ് വാങ്ങുവാൻ DYFI ധനശേഖരം. താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി 100 രൂപ ചലഞ്ച് ആരംഭിച്ചു. പാലാ MLA ഓഫീസിന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിമ്പുകയം കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനവും മാണി സി കാപ്പൻ നിർവഹിച്ചു. കോട്ടയം
കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫിനാൻസ് ശാഖകൾ അടച്ചുപൂട്ടാനും ആസ്തികൾ കണ്ടുകെട്ടാനും ഉത്തരവ്. കോട്ടയം ജില്ലാ കളക്ടർ എം അഞ്ജനയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കേരള കോൺഗ്രസ് NDAയിലേക്ക് പോകുന്നു എന്ന PJ ജോസഫിന്റെ പ്രസ്താവന കള്ളപ്രചരണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് N ജയരാജ് MLA. MG സർവകലാശാലയിൽ പുതിയ 4 നൈപുണ്യ വികസന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നു. പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി ഒക്ടോബർ 18 വരെ അപേക്ഷ നൽകാം. എറണാകുളം ജില്ലയിൽ ഖരമാലിന്യ പരിപാലനത്തിൽ 33 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശുചിത്വ പദവി പുരസ്കാരം. 5 നഗരസഭകൾക്കും 27 ഗ്രാമപഞ്ചായത്തുകൾക്കും 1 ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. ചെറുതോണി ടൗണിൽ പെരിയാറിന് കുറുകെ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നു. പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഒക്ടോബർ 13 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. പീരുമേട് ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് ഇന്റർവ്യൂ നടത്തുന്നു. ഒക്ടോബർ 13, 14 തീയതികളിൽ രാവിലെ 11 മണിക്ക് കളക്ടറേറ്റിലാണ് ഇന്റർവ്യൂ. കേരള ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർകുട്ടി ഡാമിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പ് റിസർവോയർ സ്റ്റോക്കിംഗിന്റെ ഭാഗമായി 8,20,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. റാന്നി മണ്ഡലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചു. 106.7 ലക്ഷം വിനിയോഗിക്കുമെന്ന് MLA രാജു എബ്രാഹിം അറിയിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കൊച്ചി കോർപ്പറേഷനിലെ 50ാം ഡിവിഷനിൽ കരുനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഡിവിഷൻ കമ്മിറ്റിയുടെയും തൃപ്പൂണിത്തുറ ഹരിത സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ കർഷകക്ഷേമ നടപടികളുടെ ഭാഗമായി ജില്ലയിൽ നെല്ല് സംഭരണം ഏറ്റെടുത്തത് 18 സഹകരണ സംഘങ്ങൾ. പട്ടികയിൽ കൂടുതലുള്ളത് കോട്ടയം, ചങ്ങനാശ്ശേരി, വൈക്കം താലൂക്കുകളിലെ സഹകരണ സ്ഥാപനങ്ങൾ. നെൽകൃഷി കുറവുള്ള മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ സംഘങ്ങളും പട്ടികയിലുണ്ടാവും. രാജ്യത്ത് പുതിയതായി 74,383 കോവിഡ് കേസുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 918 മരണങ്ങൾ. അതേസമയം ആകെ രോഗബാധിതർ 70,53,807. നവംബർ അവസാനത്തോടെ മഹാരാഷ്ട്രയിലെ ലോക്ഡൌൺ പൂർണ്ണമായും എടുത്തുകളയുമെന്ന് ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ പറഞ്ഞു. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സംസ്ഥാനത്തിന്റെ അവസ്ഥയ്ക്ക് പരിഹാരമായി ലോക്ഡൌൺ ഒഴിവാക്കാനുള്ള തീരുമാനം മന്ത്രി അറിയിച്ചത്. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരം അമിതാഭ് ബച്ചന് 78ാം പിറന്നാൾ. അഭിനയ ജീവിതത്തിൽ 5 പതിറ്റാണ്ട് പിന്നിടുന്ന സൂപ്പർ താരത്തിന് ആശംസകളുമായി ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയും ഇന്ത്യൻ സിനിമാ ലോകവും. അന്തരിച്ച കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ രാംവിലാസ് പാസ്വാന്റെ മൃതദേഹം സംസ്കരിച്ചു. പട്നയിലെ ദിഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ബാംഗ്ലൂർ മലയാളികൾക്ക് 200 കോടി രൂപയിലധികം നഷ്ടമായതായി പരാതി. 1000-ലധികം നിക്ഷേപകർക്ക് തുകകൾ നഷ്ടപ്പെട്ടതായാണ് പരാതി ഉയർന്നിട്ടുള്ളത്. മൊറട്ടോറിയം പലിശയിൽ കൂടുതൽ ഇളവുകൾ നൽകാൻ സാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാരിന്റെ ധനനയത്തിൽ കോടതികൾ ഇടപെടരുതെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ഋഷികേശിൽ അമേരിക്കൻ യുവതി ബലാത്സംഗത്തിനിരയായി. 3 വർഷമായി ഋഷികേശിൽ താമസിക്കുന്ന ഓൺലൈൻ ഇംഗ്ലീഷ് അധ്യാപികയായ 37-കാരിയെ പ്രാദേശിക ടൂർ ഓപ്പറേറ്ററായ അഭിനവ് രവി വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. ബീഹാറിൽ സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയ്ക്ക് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കത്ത്. ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് ലഭിക്കുന്നതിൽ സുതാര്യത ഇല്ലാതാക്കിയെന്നും യെച്ചൂരി. ഹാഥ്രാസ് പീഡന കേസ് CBI ഏറ്റെടുത്തു. കേസ് ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ച കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. വൈകാതെ FIR രജിസ്റ്റർ ചെയ്യും. ഉത്തർപ്രദേശ് സർക്കാർ ശുപാർശ ചെയ്ത എല്ലാ കേസുകളിലും FIR ഇടാനാണ് സാധ്യത.
രാജസ്ഥാനിൽ വസ്തുതർക്കത്തെ തുടർന്ന് പൂജാരിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ആശുപത്രിയിലെത്തിച്ച അദ്ദേഹം ചികിത്സയിലിരിക്കെ മരിച്ചു. കരൗലി ജില്ലയിൽ ബുക്നയിലെ രാധാഗോപാല ക്ഷേത്ര പൂജാരി ബാബുലാൽ വൈഷ്ണവിനെയാണ് ചുട്ടുകൊന്നത്. PPE കിറ്റ് ലഭിക്കാതെ മാസങ്ങളോളം ഒരേ മാസ്ക് ധരിച്ച് കോവിഡ് രോഗികളെ പരിചരിക്കേണ്ടി വന്ന 28-കാരിയായ ഡോക്ടർ അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ന്യൂയോർക്കിൽ നിന്നുള്ള ഡോക്ടർ ആഡ്ലെയിൻ ഫെഗനാണ് മരിച്ചത്. ഇറാൻ സാമ്പത്തിക രംഗം പൂർണ്ണമായും തകരാറിലാക്കാൻ അമേരിക്ക ബാങ്കുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. 18 പ്രധാന ഇറാനിയൻ ബാങ്കുകൾക്കാണ് US ട്രഷറി വകുപ്പിന്റെ ഉപരോധം. ലോകത്തിന്റെ വിശപ്പ് മാറ്റാൻ യത്നിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ഭക്ഷ്യ പരിപാടിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. ലോകത്ത് കൂടിവരുന്ന പട്ടിണിയെ പ്രതിരോധിക്കാനും സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും നടത്തുന്ന ശ്രമങ്ങൾക്കാണ് പുരസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ജോ ബൈഡന്റെ മത്സര പങ്കാളിയായ കമല ഹാരിസ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പ്രസിഡന്റ് ട്രംപ്. കമല ഹാരിസും റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മൈക്ക് പെൻസും തമ്മിൽ നടന്ന സംവാദത്തിന് ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് കമലയെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്. കോവിഡ് വാക്സിനുകൾ ലോകമെങ്ങും നീതിപൂർവ്വം വിതരണം ചെയ്യുന്നതിന് ലോകാരോഗ്യ സംഘടന രൂപീകരിച്ച സഖ്യത്തിൽ ചെന്നൈ. WHO വാക്സിൻ സഖ്യമായ ഗവിയുമായി കരാർ ഒപ്പിട്ട് വ്യാഴാഴ്ചയാണ് ചൈനയുടെ വിദേശ മന്ത്രാലയ വക്താവ് ഇക്കാര്യം അറിയിച്ചത്. ഒമാനിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായതോടെ രാജ്യത്തെ എല്ലാ ബീച്ചും അടച്ചു. ഈ മാസം 11 മുതൽ 23 വരെ വീണ്ടും രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. സൗദി അറേബ്യ രാജകുടുംബത്തിന്റെ അധ്യക്ഷതയിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലുലു ഗ്രൂപ്പിൽ നിക്ഷേപത്തിനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. നിക്ഷേപങ്ങളുടെ ഔദ്യോഗികമായ വിശദാംശങ്ങളോ വിശദീകരണങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സൗദിയിൽ കൊറോണ വിരുദ്ധ പോരാട്ടത്തിന്റെ മറവിൽ സൗദി കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വീകരിക്കാതെ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം. ദുബായിൽ തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ 24 മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ. പൂർണ്ണ വിവരങ്ങളും നൽകണം. അപകട മരണങ്ങൾ, തീപിടുത്തം, സ്ഫോടനം എന്നിവയാണ് അടിയന്തര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അംഗം മുറുകുന്നു. ഒഹിയോയുടെ തലസ്ഥാനത്ത് 1,00,000 വോട്ടർമാർക്ക് ലഭിച്ചത് തെറ്റായ ബാലറ്റുകളെന്ന് പരാതി. 72 മണിക്കൂറിനുള്ളിൽ തിരുത്തിയ ബാലറ്റുകൾ അയച്ചു നൽകുമെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. ഗൾഫ് മേഖലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. UAEയിൽ 1129 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഖത്തറിൽ COVID-19 രണ്ടാം തരംഗം ഉണ്ടാകില്ലെന്ന് അധികൃതർ. രാജ്യത്തെ നിലവിലെ കോവിഡ് സാഹചര്യം സ്ഥിരതയുള്ളതാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ചയിലെ കോവിഡ് കണക്കുകൾ മുമ്പുള്ള ആഴ്ചകളേക്കാൾ കുറവെന്ന് ഖത്തർ മന്ത്രാലയം. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചുള്ള മരണം 5000 കടന്നു. ഇന്നലെ 22 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 5018 1.5% രാജ്യത്തെ മരണനിരക്ക്. ഒമാൻ പൗരന്മാർക്ക് റഷ്യയിലേക്ക് പ്രവേശിക്കാൻ വിസ അനുവദിച്ച റഷ്യൻ സർക്കാർ. 2021 തുടക്കത്തിലാണ് റഷ്യയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം. യമന്റെ സ്ഫോടന ഡ്രോണുകൾ സൗദി സൈന്യം തകർത്തു. സൗദിയിലെ ലെഡ് ഖനന പാടത്തിലെത്തിച്ച് പറന്ന ഡ്രോണുകളെ അൽ ഹൗദി സൈനിക സംഘമാണ് നശിപ്പിച്ചത്. സൗദിയിൽ തൊഴിൽ കേസുകളിൽ അതിവേഗം തീർപ്പ് കൽപ്പിച്ചു തുടങ്ങി. കോബാർ ലേബർ ഓഫീസിൽ പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് 15 ദശലക്ഷം റിയാൽ നൽകി.
കുവൈറ്റിൽ മലയാളി വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മഹബൂലിൽ കടലിലാണ് മുങ്ങി മരിച്ചത്. പ്രകൃതി സംരക്ഷണ നിയമം ലംഘിച്ചതിന് കുവൈറ്റിലെ 58 മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റിൽ. അനധികൃതമായി മത്സ്യബന്ധനത്തിനിറങ്ങിയ 11 ബോട്ടുകൾ കൂടി പിടിച്ചെടുത്തു. ഖത്തറിലെ തുർക്കി സൈന്യത്തിന്റെ സാന്നിധ്യം ഗൾഫ് മേഖലയുടെ സ്ഥിരതയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്ന് റജബ് ത്വയ്യിബ് ഉദ്ഗാൻ. വിൻ വിൻ അടിസ്ഥാനത്തിലുള്ള സഹകരണത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഖത്തറും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷിയെന്നും ഉർദുഗാൻ. അബുദാബിയിൽ വർക്ക് ഫ്രം ഹോം രീതിയിൽ ജോലി ചെയ്യുന്നവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ട്. 12,000-ഓളം പേരിൽ നടത്തിയ സർവേയിലാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. ടിക്ടോക്ക് താരങ്ങളായ സൗഭാഗ്യയുടെയും അർജുന്റെയും ജീവിതത്തിൽ കെയ്ൻ കോർസോ എന്ന നായ്ക്കുട്ടിയും ഇപ്പോൾ താരം. അർജുൻ നൽകിയ സമ്മാനമാണ് ഇറ്റാലിയൻ താരമായ കെയ്ൻ കോർസോ. സിബിമലയിൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ആസിഫ് അലി ചിത്രത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കം. 22 വർഷങ്ങൾക്ക് ശേഷമാണ് സിബിമലയിൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഒരു ചിത്രം ഒരുങ്ങുന്നത്. മധ്യവർഗത്തിന് മാത്രമേ വോട്ടവകാശം നൽകാവൂ എന്നും രാജ്യം ഭരിക്കേണ്ടത് സ്വേച്ഛാധിപതികളാണെന്നും നടൻ വിജയ് ദേവരക്കൊണ്ട. നിലവിലെ തെരഞ്ഞെടുപ്പ് രീതിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കിയ നടൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ട ക്ഷമ തനിക്കില്ലെന്നും വ്യക്തമാക്കി. ജനപ്രിയ താരം സലീം കുമാറിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അധികം ആർക്കും അറിയാത്ത പഴയ സൗഹൃദത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചാണ് രമേശ് ചെന്നിത്തല സലീം കുമാറിന് പിറന്നാൾ ആശംസകൾ നേർന്നത്. കോവിഡ് വ്യാപനത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന PM നരേന്ദ്രമോദി എന്ന സിനിമയാണ് ആദ്യം തിയേറ്ററിൽ എത്തുക എന്ന റിപ്പോർട്ട്. വിവേക് ഒബ്രോയാണ് നരേന്ദ്രമോദിയായി വേഷമിട്ടിരിക്കുന്നത്. മലയാള വെബ് സീരീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി വ്യത്യസ്തതകൾ നിറഞ്ഞ സിനിമാ സീരീസ്. പ്രൊഡ്യൂസറായും ഡയറക്ടറായും കൺട്രോളറായും അഭിനയിക്കുന്ന വട്ടവട ഡയറീസിന്റെ 2ാമത്തെ എപ്പിസോഡ് റിലീസായി. വിജയ് സേതുപതി മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ച മാർക്കോണി മത്തായി തെലുങ്കിലേക്ക്. ജയറാം നായകനായ ചിത്രം റേഡിയോ മാധവ് എന്ന പേരിലാണ് തെലുങ്കിലേക്ക് മൊഴിമാറ്റിയെത്തുന്നത്. ലോകേഷ് കനകരാജിന്റെ ആദ്യ ചിത്രം മാനഗരം ഹിന്ദിയിലേക്ക്. സന്തോഷ് ശിവനാണ് ചിത്രം ബോളിവുഡിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമൂഴം സിനിമയുടെ തിരക്കഥ MT വാസുദേവൻ നായരെ കണ്ട് തിരിച്ചേൽപ്പിച്ചെന്ന് സംവിധായകൻ VA ശ്രീകുമാർ. MT തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പ്രഗത്ഭരായ ആരെങ്കിലും സംവിധാനം ചെയ്ത് കാണണമെന്നാണ് ആഗ്രഹമെന്നും ശ്രീകുമാർ. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഹലാൽ ലവ് സ്റ്റോറിയിലെ വീഡിയോ ഗാനം പുറത്തിറങ്ങി. നേരത്തെ ലിറിക്കൽ വീഡിയോ ആയി പുറത്തുവിട്ട സുന്ദരനായവനെ എന്ന ഗാനമാണ് അണിയറക്കാർ പുറത്തുവിട്ടത്. ഇന്ത്യയിലെ പ്രമുഖ മൊബിലിറ്റി സ്റ്റാർട്ടപ്പായ ബൗൺസുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച് ആംപിയർ. ഗ്രേവ്സ് കോട്ടൺ ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് മൊബിലിറ്റി ബ്രാൻഡാണ് ആംപിയർ. വിൻഫാസ്റ്റ് തങ്ങളുടെ ഏറ്റവും പുതിയ പ്രസ്റ്റൺ ലിമിറ്റഡ് എഡിഷൻ SUV പുറത്തിറക്കി. ഇറ്റാലിയൻ ഡിസൈൻ ഹൗസായ പിനിൻഫെറിനാണ് വാഹനം നിർമ്മിക്കുന്നത്. ഹമ്മറിനെ വീണ്ടും ലോകത്തിന് അവതരിപ്പിക്കാൻ സജ്ജമായി ജനറൽ മോട്ടോഴ്സ്. ഇത്തവണ ഹമ്മർ എത്തുന്നത് ഇലക്ട്രിക് പതിപ്പിൽ. മുഖം മിനുക്കി ടൊയോട്ട. ഇന്നോവ ഫേസ് ലിഫ്റ്റ് ഒക്ടോബർ 15-നെത്തും. ഫോർച്യൂണർ ഫേസ് ലിഫ്റ്റ് ഇതിനകം തന്നെ ആഗോളതലത്തിൽ നിർമ്മാതാക്കൾ അനാച്ഛാദനം ചെയ്തിരുന്നു. ലോഞ്ചിന് മുന്നോടിയായി പുതിയ BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പെ രാജ്യമെമ്പാടുമുള്ള പ്രാദേശിക ഡീലർഷിപ്പുകളിലെത്തി. ഒക്ടോബർ 15-നാണ് വാഹനത്തിന്റെ ലോഞ്ച്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം കിരീടം പോളിഷ് താരം ഇഗ ഷ്വാംതെകിന്. ഇഗ കിരീടം നേടിയത് അമേരിക്കയുടെ സോഫിയ കെനിനെ തകർത്ത്. ഫ്രഞ്ച് ഓപ്പൺ നേടുന്ന 4ാമത്തെ പ്രായം കുറഞ്ഞ താരമാണ് ഇഗ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഫൈനലിൽ സ്വപ്ന പോരാട്ടം. ഇന്ന് നടക്കുന്ന ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചും
റാഫേൽ നദാലും ഏറ്റുമുട്ടും. IPL-ൽ ബംഗളൂരുവിന് 37 റൺസ് ജയം. ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. ബംഗളൂരുവിനെതിരെ ചെന്നൈ നേടിയത് 132 റൺസ്. IPL-ൽ കൊൽക്കത്തയ്ക്ക് 2 റൺസ് ജയം. കൊൽക്കത്തയ്ക്കായി വീണ്ടും ദിനേശ് കാർത്തിക്കിനും ശുഭ്മൻ ഗില്ലിനും അർദ്ധ സെഞ്ചുറി. പഞ്ചാബ് നേടിയത് 162 റൺസ്. ഇന്ന് സൂപ്പർ സൺഡേ. ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാനെ നേരിടുമ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ദില്ലി സൂപ്പർ പോരാട്ടം.